തന്ത്രമാണ് ട്രംപ് ഭരണകൂടം ഉദ്ദേശിക്കുന്നതെന്നും പുടിൻ ആരോപിച്ചു. അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിന് പിന്നാലെയാണ് ഷാങ്ഹായ് ഉച്ചകോടി ചേരുന്നത്. 20 രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ചയായത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവയാണ്. ഇന്ത്യയെയും ചൈനയെയും വ്യാപാര പങ്കാളികളെന്ന് വിശേഷിപ്പിച്ചാണ് വ്ളാദിമിർ പുടിൻ സംസാരിച്ചു തുടങ്ങിയത്. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവയിലൂടെ ഇന്ത്യയെയും ചൈനയെയും ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. 1.5 ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യയെയും ശക്തമായ സാമ്പത്തിക ശക്തിയായ ചൈനയെയും പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടേതായ ആഭ്യന്തര രാഷ്ട്രീയ സംവിധാനങ്ങളും നിയമങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ നടപടിയെ അവർ നഖശിഖാന്തം എതിർക്കും. അമേരിക്കയുടെ നിലപാടുകൾ പഴയ കൊളോണിയൽ ചിന്താഗതിയുടെ പ്രതിഫലനമാണെന്നും അധിനിവേശ കാലഘട്ടം കഴിഞ്ഞുവെന്ന് അമേരിക്ക ഓർമ്മിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് താക്കീത് നൽകി. ഏകാധിപതിയുടെ ഭാഷ ഇന്ത്യയോടും ചൈനയോടും വേണ്ടെന്നും പുതിൻ പറഞ്ഞു. ഇതിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതായി അമേരിക്ക ആവർത്തിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. ഘട്ടം ഘട്ടമായി ഉപരോധം ഏർപ്പെടുത്തുന്ന കാര്യമാണ് അമേരിക്കയുടെ പരിഗണനയിലുള്ളത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്.